മലപ്പുറം പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ പുലിയാണ് ഭീഷണിയെങ്കിൽ കാളികാവിലേക്ക് എത്തുമ്പോൾ അത് നരഭോജി കടുവയാണ് ജനങ്ങളെ ഭയപ്പെടുത്തുന്നത്. അവിടെ നരഭോജി കടുവയെ പിടികൂടാനുള്ള ദൗത്യം ഇന്നും തുടരും എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. 1.5 മാസത്തോളമായി കടുവയ്ക്കായി തെരച്ചിൽ നടത്തി വരികയാണ്. ഇന്നലെ ദൗത്യസംഘത്തിന് നേരെ ഈ കടുവ തിരിഞ്ഞിരുന്നു. അപ്പോൾ ഈ കടുവയെ വെടിവെച്ചുവെങ്കിലും ആ വെടി അതിനേറ്റില്ല. കടുവ ഓടി രക്ഷപ്പെടുകയായിരുന്നു ചെയ്തത്. വിവരങ്ങളുമായി ശിവദാസ് തുടരുന്നു. ശിവദാസ്, കാളികാവിൽ കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ഏത് ഘട്ടത്തിലാണ്? ഇന്നലെ ഈ കടുവയെ പിടികൂടാൻ എത്തിയ സംഘത്തിന് നേരെ കടുവ അവർക്ക് നേരെ അടുത്തെങ്കിലും അവർ വെടിവെച്ചു. പക്ഷേ കടുവ രക്ഷപ്പെടുന്നു. കടുവയ്ക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ് ശിവദാസ്? വിനോദ, കഴിഞ്ഞ 1.5 മാസത്തോളമായി കാളിക്കാവിലെ നരഭോജിക്കടുവയെ പിടികൂടാനുള്ള ദൗത്യം തുടരുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ മാസം 15-ാം തീയതിയാണ് ഈ കാളിക്കാവിലെ ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിനെ കടുവ കടിച്ചു കൊന്നത്. വനത്തിനുള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോയി കടിച്ചു കൊല്ലുകയായിരുന്നു. പിന്നീട് നാട്ടുകാർ വലിയൊരു പ്രതിഷേധത്തിലായിരുന്നു. കാരണം ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ നിരവധി ആളുകൾ താമസിക്കുന്നുണ്ട്, നിരവധി കുടുംബങ്ങൾ ഉണ്ട്, കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന വഴി ആണ്. അതുപോലെ തന്നെ നിരവധി തൊഴിലാളികൾ, ടാപ്പിംഗ് തൊഴിലാളികൾ അടക്കം ഈ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കടുവയെ ഉടൻ പിടികൂടണം എന്ന ആവശ്യം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ആ സമയത്ത് മൃതദേഹം അടക്കം സംസ്കരിക്കാൻ സമ്മതിക്കാതെ നാട്ടുകാർ വലിയൊരു പ്രതിഷേധം നടത്തിയിരുന്നു. പിന്നീട് വനംവകുപ്പിൻ്റെ ഉറപ്പിനെ തുടർന്നാണ് നാട്ടുകാർ അതിൽ നിന്നെല്ലാം തന്നെ, ആ പ്രതിഷേധങ്ങളിൽ നിന്നെല്ലാം തന്നെ പിന്മാറിയത്. അതിനുശേഷം വനംവകുപ്പിൻ്റെ ഏകദേശം 60ഓളം വരുന്ന ഉദ്യോഗസ്ഥ സംഘം ഈ മേഖലയിലെല്ലാം തന്നെ തിരച്ചിൽ നടത്തുകയായിരുന്നു. വയനാട്ടിൽ നിന്നും അതോടൊപ്പം തന്നെ പാലക്കാട്ട് നിന്നുമുള്ള ഉദ്യോഗസ്ഥർ അടക്കം ഉള്ള സംഘങ്ങളാണ് തിരച്ചിൽ നടത്തിയിരുന്നത്. ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. ഏകദേശം 1.5 മാസത്തോളമായി ഈ തിരച്ചിൽ ആരംഭിച്ചിട്ട് പല സമയങ്ങളിലും ഇത്തരത്തിൽ വനവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ വിവിധ മേഖലകളിൽ സ്ഥാപിച്ച ക്യാമറയിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ചില മേഖലയിലെല്ലാം തന്നെ കടുവയുടെ കാൽപ്പാടുകളെല്ലാം തന്നെ പതിഞ്ഞിരുന്നു. പക്ഷേ കടുവയെ മാത്രം പിടികൂടാൻ കഴിഞ്ഞില്ല. ചില സമയത്ത് കടുവയെ അവർ നേരിട്ട് തന്നെ കണ്ടിരുന്നു. ആ സമയത്തും കടുവയെ പിടികൂടാൻ കഴിഞ്ഞില്ല. ഇന്നലെ കടുവ ഈ ദൗത്യസംഘത്തിന് മുന്നിൽ എത്തിയിരുന്നു. പക്ഷേ ആ സമയത്ത് ദൗത്യസംഘത്തെ ആക്രമിക്കാനും കടുവ ശ്രമിച്ചു. ആ സമയത്ത് ദൗത്യസംഘം പമ്പ് ആക്ഷൻ ഗൺ ഉപയോഗിച്ച് കടുവയെ വെടിവെച്ചു. പക്ഷേ പിന്നീട് കടുവ ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. അതിനുശേഷം രാത്രി വരെ ഈ ദൗത്യസംഘം ഇവിടെ തിരച്ചിൽ നടത്തിയെങ്കിലും കടുവയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല, കണ്ടെത്താനും അതിനുശേഷം കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഈ ദൗത്യം തുടരുക തന്നെയാണ്. ഇന്നും ഈ മേഖലയിലെല്ലാം തന്നെ തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. വിനോദ്.